ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പം ഞാനിന്ന് വന്നത് തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനാണ് കേട്ടോ. തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിലൊരു ഐതിഹ്യം ഇങ്ങനെയാണ്: താരകാസുരൻ എന്ന അസുരൻ മഹാദേവനെ തപസ് ചെയ്തപ്പോൾ മഹാദേവൻ കൊടുത്ത വരപ്രകാരം താരകാസുരനെ വധിക്കാൻ ശിവപുത്രന് മാത്രമേ കഴിയുകയുള്ളൂ എന്നൊരു വരമാണ് താരകാസുരൻ വാങ്ങിയത്. വരമെല്ലാം വാങ്ങിയതിന് ശേഷം താരകാസുരൻ ഒരു അസുരൻ്റെ സ്വഭാവം നമ്മൾ മുമ്പും വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും യുദ്ധം ചെയ്യുക, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് അപഹരിക്കുക എന്നൊക്കെയുള്ള നേച്ചറാണ് എപ്പോഴും ഈ അസുര ഗണത്തിന് തന്നെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ താരകാസുരൻ അതീവ ശക്തിശാലിയായി തീർന്ന് ദേവലോകം ആക്രമിക്കുകയും ദേവന്മാരെല്ലാം പരിഭ്രാന്തരായി മഹാദേവനെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. മഹാദേവൻ തൻ്റെ ഇച്ഛാശക്തിയാൽ 6 മുഖങ്ങളുള്ള ഒരു അവതാരം എടുക്കുകയും 6 മുഖങ്ങളുള്ള ഒരു അവതാരം എടുക്കുകയും ആ 6 മുഖങ്ങൾ പിന്നീട് 6 അഗ്നിഗോളങ്ങളായി മാറുകയും ചെയ്തു എന്ന ഐതിഹ്യം പറയുന്നു. അങ്ങനെ 6 മുഖങ്ങളുള്ള ഈ 6 അഗ്നിഗോളങ്ങൾ വായു ഭഗവാനും അഗ്നിദേവനും ചേർന്ന് നമ്മുടെ പവിത്രമായ ഗംഗാനദിയിലെത്തിക്കുകയും ഗംഗാനദി ഈ അഗ്നിഗോളങ്ങളെ ഏറ്റുവാങ്ങി കൊണ്ട് ശരവണ പൊയ്കയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത്. ഗംഗാദേവി ശരവണ പൊയ്കയിലെത്തിയപ്പോൾ ഗംഗാദേവി ഈ അഗ്നിഗോളങ്ങളെ 6 വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ 6 താമരപ്പൂക്കളും 6 ചെറിയ അതിമനോഹര ഗാത്രമുള്ള കുഞ്ഞുങ്ങളായി മാറുകയും അതുവഴി വരുന്ന കാർത്തിക ദേവതകൾ ഇത് കാണാനിടയാവുകയും ചെയ്യുന്നു. അവർ കുഞ്ഞുങ്ങളെ എടുക്കാൻ എത്തുന്ന സമയത്ത് അവിടെ പാർവതി ദേവിയും മറ്റു ദേവഗണങ്ങളും എല്ലാം എത്തിച്ചേരുന്നു. പാർവതി ദേവി ഈ 6 കുഞ്ഞുങ്ങളെ വാരി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ കുഞ്ഞുങ്ങൾ എല്ലാം ഒരു മുഖമുള്ള അതീവ തേജസ്വിയായ ഒരു കുഞ്ഞായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 6 മുഖൻ എന്ന പേരുള്ള നമ്മുടെ കാർത്തികേയ സ്വാമി അവതരിച്ചത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ കാർത്തികേയൻ അല്ലെങ്കിൽ 6 മുഖൻ താരകാസുരനെ വധിക്കാനായി പുറപ്പെടുന്നതും ഒക്കെ കഥയിൽ പറയപ്പെടുന്നു. കഥ എന്തായാലും ഇരുട്ടിനെ അകറ്റി, നമ്മുടെ മനസ്സിലുള്ള അന്ധകാരമാകുന്ന ഇരുട്ടിനെ അകറ്റി വെളിച്ചം പകരുന്നതാണ് കാർത്തിക എന്ന് പറയുന്ന ഈ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള പരമപ്രധാനമായ സത്യം അല്ലേ. നമുക്കറിയാവുന്നത് പലതും തെറ്റാണ്, അല്ലെങ്കിൽ ഇനിയും പുതിയ അറിവുകൾ നമുക്ക് നേടാനുണ്ട്. അറിവ് എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ അഗ്നി തെളിയിച്ചു കൊണ്ടാണ് കാർത്തിക ആഘോഷിക്കുന്നത് അല്ലേ. കാർത്തിക എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശത്തിൻ്റെ ആഘോഷമാണ്. ഏകദേശം ദീപാവലിയും അതുപോലെ തന്നെയാണ്, ദീപങ്ങളുടെ ആഘോഷമാണ്. അതുപോലെ കാർത്തിക എന്ന് പറയുന്നതും കാർത്തിക ദീപങ്ങളുടെ ആഘോഷമാണ്. 27 നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ആഘോഷം. അപ്പോൾ 27 വിളക്കുകൾ കൊളുത്താൻ കഴിയുന്നവർ 27 വിളക്കുകൾ, അതായത് നമ്മുടെ ഇടിഞ്ഞിൽ എന്നൊക്കെ പറയുന്നില്ലേ, മൺവിളക്കുകൾ, ചിരാതുകൾ മൺചിരാതുകൾ തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ കാർത്തികയെ വരവേൽക്കാം. ഇനി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് ഉടനെ തന്നെ കാർത്തികയും വന്നിരിക്കുകയാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമി നാളിലാണ് കാർത്തിക നക്ഷത്രം വരുന്നത്. അപ്പോൾ എല്ലാ പേരുടെ ജീവിതത്തിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാനായി കഴിയൂ. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുക, നല്ല നല്ല ചിന്തകളുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അവരുടെ കുടുംബത്തിനുമെല്ലാം ഭഗവാൻ ആരോഗ്യവും ആയുസ്സും നൽകട്ടെ, ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ ഈ കാർത്തിക വിളക്കുകൾ തെളിയിക്കുന്നത്. അപ്പോൾ 3 വിളക്ക്, 5 വിളക്ക് അല്ലെങ്കിൽ 27 വിളക്ക് എന്ന കണക്കിൽ നമുക്ക് വിളക്കുകൾ തെളിയിക്കാം. പിന്നെ അഗ്നിദേവനെയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത്. അപ്പോൾ വിളക്കുകൾ തെളിയിക്കുന്ന സമയത്ത് നമുക്ക് ഓം അഗ്നിദേവായ നമഃ എന്ന മന്ത്രം നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഈ ദേവിയെ വരവേൽക്കുന്നു, മഹാലക്ഷ്മിയെ വരവേൽക്കുന്ന ആഘോഷമാണ് നമ്മുടെ തൃക്കാർത്തിക എന്ന് പറയുന്നത്. മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ വീടൊക്കെ വളരെ ശുദ്ധിയായി വൃത്തിയായി സൂക്ഷിക്കണം.
അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീട് വൃത്തിയാക്കൽ അത് വളരെ പരമപ്രധാനമാണ്. അതുപോലെ തന്നെ നല്ല ശുദ്ധമായ ഒരു മനസ്സ്, അല്ലെ, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തവരാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത തെറ്റുകളാണ്. പക്ഷേ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുക, നമ്മുടെ മനസ്സിലേക്ക് ആനയിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യാനായി മുന്നിൽ നമുക്ക് ഊർജം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും നൽകി നമ്മളെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുക. ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജകൾ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ പൂജ ചെയ്യാൻ കഴിയാത്തവരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. നമസ്തേതു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രവും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഓം ലക്ഷ്മി ദേവി നമോസ്തുതേ എന്നും പറയാം. ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള ദേവീ മന്ത്രങ്ങൾ, പിന്നെ അറിയാവുന്ന ദേവീ മന്ത്രങ്ങളെല്ലാം നമുക്ക് ഉച്ചരിക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യ സൗഖ്യത്തിൻ്റെയും നല്ല നാളുകളാവട്ടെ വരും ദിവസങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃക്കാർത്തിക ആശംസകൾ.